ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് കർക്കിടക വാവായിട്ട് ലീവ് തന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ തലേ ദിവസം കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിട്ട് രാത്രി 11:30 ആയി കിടന്ന് ഉറങ്ങുമ്പോൾ, അതുപോലെ തന്നെ ഞാൻ ലേറ്റായി കിടന്നതുകൊണ്ട് നേരത്തെ എണീറ്റും ഇല്ല കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഈ പട്ടാപ്പകലിങ്ങനെ തല കെട്ടിയിട്ട് എണീറ്റ് വരുന്നത് കണ്ടാൽ. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ എടുക്കാം, ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചിട്ടാ. അപ്പോൾ പിന്നെ തലയൊക്കെ കെട്ടിയിട്ട് കുറച്ച് സുന്ദരിയായിട്ട് വന്ന് നിൽക്കാലോന്നായി. പിന്നെ കമ്മൽ ഞാൻ രാത്രി കിടക്കുമ്പോൾ ഊരി വെക്കും കേട്ടോ മിക്കപ്പോഴും. പിന്നെ മറ്റേ ഫാൻസി കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാലും എനിക്ക് പറ്റിയില്ല. അതാവുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഊരി വയ്ക്കാം. പക്ഷേ സ്വർണ്ണക്കമ്മൽ ഇട്ട് കഴിഞ്ഞാൽ ഊരി വയ്ക്കാൻ ഭയങ്കര പാടല്ലേ ഇടാനും. അപ്പോൾ എനിക്ക് മടിയാണ് കേട്ടോ. പിന്നെയും ഞാൻ എടുത്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ കമ്മലിടണ്ടേ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിനി നേരെ എവിടേക്ക് പോകാം, അടുക്കളയ്ക്ക് കേട്ടോ. എണീറ്റ് ചായ കുടിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് നോട്ട്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അതല്ലേ എളുപ്പപ്പണി. ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോഴേക്ക് സമയമാവും. അതുപോലെ പലഹാരം ഉണ്ടാക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. നൂലുപുട്ടിൻ്റെ മാവും ചപ്പാത്തി മാവൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്കിന്ന് എന്താണെന്നറിയില്ല, മടി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, കുട്ടികൾ പറഞ്ഞു ഓട്സ് മതിയെന്ന് കേട്ടോ. വീട്ടിൽ നിന്ന് അച്ഛൻ വരുമ്പോൾ ഓട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്സ്. ഞാൻ അധികം വാങ്ങാറുമില്ല, ഉണ്ടാക്കി കൊടുക്കാറുമില്ല ഓട്സ്. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് ഇന്നലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇത്തിരി മെല്ലെ എണീറ്റത്. അപ്പോൾ ഞാനത് കൊണ്ടുവന്നത് ചിലതൊന്നും ഡപ്പയിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ കവറിൽ തന്നെ അങ്ങനെ ഈ പാത്രത്തിനുള്ളിൽ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തിരി ഉറുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊട്ടിക്കുടഞ്ഞ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അരി ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ 5 കിലോ അല്ലെങ്കിൽ 10 കിലോനായിട്ട് ഇങ്ങനെ കവറിൽ വാങ്ങുക ചെയ്യുക കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കൊണ്ട് വന്നിട്ട് എടുത്ത് വരെ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചില സമയത്ത് ഭയങ്കര മടിയാണ്. എന്നിട്ട് അതിപ്പോൾ കഴിയാനാവുമ്പോഴാണ് പാത്രത്തിലേക്ക് കൊട്ടുന്നത്. പ്രത്യേകിച്ച് എന്ത് പറ്റിയറിയോ, ആ പാത്രത്തിൽ അരി കമ്മിയായപ്പോൾ ഞാൻ ഈ റസ്ക്കും അങ്ങനെയുള്ള സാധനം പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടാവുമല്ലോ, അത് വേറെ ഡപ്പയൊന്നും വേണ്ടാവാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെച്ചിട്ടോ, അരിപ്പാത്രത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ അതിൽ സ്ഥലമില്ലല്ലോ. ഇനി അത് വേറെ ഡപ്പയ്ക്ക് മാറ്റുമ്പോഴല്ലേ നമുക്കിതൊക്കെ ഇട്ട് വെക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഞാനിങ്ങനെ മടി പിടിച്ച് നടന്നു. ലാസ്റ്റ് ഇപ്പോഴാണ് അതെടുത്ത് വെക്കുന്നത്. പിന്നെ ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. SNR ചിപ്സ് ഇല്ലേ, ഫേമസ് അല്ലേ ആലത്തൂരത്തെ. അപ്പോൾ അതും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഡപ്പയിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതും ഡപ്പയിലൊക്കെ കൊട്ടി വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡപ്പയിലൊക്കെ കൊട്ടി കാണുന്ന ഭാഗത്ത് വെച്ചാലില്ലേ, പിള്ളേർ വേഗം അത് തിന്ന് തീർക്കും കേട്ടോ. വേഗം തിന്നണത് കൊണ്ടല്ല, അത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തിന്ന് തീർക്കുമ്പോഴേക്കും വയറ് കേട് വരില്ലേ. ഇങ്ങനെ എണ്ണയിലിടുന്ന സാധനങ്ങളൊക്കെ അളവായിട്ട് കുറച്ചല്ലേ കഴിക്കാൻ പാടും. ഇതങ്ങനെയല്ല. പിന്നെ അത് കഴിച്ച് ചോറും ഒന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് ദേഷ്യം വരും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ അവരത് കഴിക്കാതിരുന്നാൽ, ഒന്നാമത് നിങ്ങൾക്കറിയാലോ എനിക്ക് 3 മക്കളല്ലേ. അപ്പോൾ എനിക്ക് ഒരു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയം ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ ഒരു വല്ല അസുഖം വരുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ കഷ്ടപ്പെടണം. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രിക്റ്റാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുക എന്താണെന്ന് തിന്നാൻ കൊടുക്കാത്തത്, ഇങ്ങനെയുള്ള കണ്ട സാധനങ്ങളൊന്നും അധികം വാങ്ങിക്കൊടുക്കില്ല കേട്ടോ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കഴിയേണ്ടി വരും. അതുകൊണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ ബേബി ഏട്ടനും അധികം വീട്ടിലുണ്ടാവില്ലല്ലോ. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ രാത്രി ഉറക്കം ഉണ്ടാവില്ല. എനിക്ക് പേടിയാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഞാൻ സൂക്ഷിച്ചിട്ട് കൊടുക്കുകയുള്ളൂ എന്ത് കൊടുക്കുമ്പോഴും. പിന്നെ ഇവരുടെ അച്ഛൻ അതിനേക്കാളും മോശമാണ്, എന്നേക്കാളും മോശം. എന്നെ ഇങ്ങനെ ആക്കി തീർത്തതേ ആളാണ് കേട്ടോ. മിഠായി ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ വീട്ടിൽ നിന്ന് അനിയനൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നാൽ നിൻ്റെ അനിയൻ ഈ മിഠായി എന്നെ വാങ്ങിക്കൊടുക്കാൻ കണ്ടുള്ളൂ, വേറെ ഒന്നും കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ രാവിലത്തെ ഓട്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വേഗം സ്ലാവൊക്കെ ഒന്ന് തുടച്ച് വിട്ടു. വൃത്തിയാക്കിയിട്ട് പണിയെടുക്കാനും ഇഷ്ടം കേട്ടോ. പക്ഷേ ഒരുപാട് വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയാവും ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ പിന്നെ അത്യാവശ്യം ഒന്ന് ക്ലീനാക്കി വെച്ചു. എന്നിട്ട് ഓട്സ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് പണി. നമ്മൾ ഈ വൈകി എണീക്കുക, അതുപോലെ രാത്രി നേരത്തെ സിനിമ കാണാനിരുന്ന എൻ്റെ മുടങ്ങി പോണ പണി ഈ പാത്രം കഴുകലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി എന്തായാലും രാവിലത്തെ കഴിക്കാനുള്ള ഉണ്ടാക്കിയിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് കഴുകാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൊന്നൂസ് പറഞ്ഞു, അമ്മ ഞാൻ ഇളക്കട്ടെ എന്ന്. ശരി എന്നാൽ പിന്നെ നീ ഇളക്കിക്കോ, ഞാൻ പാത്രം കഴുകാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെയായാലും പാത്രങ്ങൾ വന്നിട്ടേ ഇരിക്കും കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം പറയുമ്പോൾ നമ്മൾ നിലത്ത് പോയാലോ പറഞ്ഞിട്ട് 3 ആൾക്കും 3 പാത്രത്തിലാക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ എങ്ങനെയായാലും വരും. പിന്നെ ഞാൻ പാത്രമൊക്കെ വേഗം കഴുകി എടുത്ത് കഴിഞ്ഞപ്പോൾ ബേസണൊന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നോൺ വെജൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ തന്നെ രാവിലെ തന്നെ ബേസൺ കഴുകി വെച്ചാലും പിന്നെ സ്മെല്ലൊന്നും വരില്ല. ഞാൻ മീൻ ഇറച്ചിയൊക്കെ വാങ്ങിയിട്ടുണ്ട് വെച്ചാൽ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കഴുകി വെക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വെച്ചാൽ അതിൻ്റെ മണമൊക്കെ വീണ്ടും അവിടെ തന്നെ ഉണ്ടാകുമല്ലോ.
അപ്പോൾ എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. എനിക്കിവിടെ വെള്ളം ഇല്ലാതെ ഇരിക്കുന്നത് കാണാൻ ഇഷ്ടമാണ്, പക്ഷെ അതങ്ങനെ നടക്കാറില്ല. എന്താ വെച്ചാൽ അത്രയും പാത്രങ്ങൾ വരുന്നതുകൊണ്ട് അത്രയും പൈസകളും ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ. പിന്നെ എനിക്ക് ഓട്സ് ഞാൻ ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പഞ്ചസാര ഇട്ടിട്ടാണ് കൊടുത്തത്. അപ്പോൾ കുഞ്ഞൂസിന് വലിയ ഇഷ്ടമില്ല കേട്ടോ അതിനോട്, അവന് മധുരം അധികം ഇഷ്ടമല്ല. പക്ഷേ എരിവുള്ള നമ്മൾ കഴിക്കുന്ന എന്ത് ഭക്ഷണം കൊടുത്താലും അവൻ കഴിക്കും കേട്ടോ. ഞാൻ സോപ്പിട്ട് ഇങ്ങനെ ഹൽക്കല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അവന് ഹൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ഹൽക്കാണ്, ഇത് കഴിച്ചാൽ ഹൽക്കാവും പറഞ്ഞിട്ടാണ് കൊടുക്കണത് കേട്ടോ. പിന്നെ അടുക്കളയൊക്കെ ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വേസ്റ്റ് പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടായിരുന്നത് ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറ് വെക്കാം. ഞാൻ അരി കുക്കറിൽ തന്നെയാണ് എപ്പോഴും ഇടുന്നത്. എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമുക്ക് ഗ്യാസും ലാഭിക്കുക, സമയവും ലാഭിക്കുക അല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചായിട്ട് വേവുള്ള അരി കേട്ടോ വാങ്ങണത്. ആദ്യം ഞാൻ പൊന്നിയരിയായിരുന്നു വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിച്ച് മതിയായി. അതിൻ്റെ ടേസ്റ്റ് വലിയ രസമില്ല. നല്ല കൂട്ടാനുണ്ടായാലേ പൊന്നിയരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തട്ടിക്കൂട്ട് കൂട്ടാൻ വെച്ചാൽ നന്നായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഈ വലിയ അരിയിൽ കണ്ണങ്കതിര് അങ്ങനത്തെ ഒക്കെ അരിയാവുമ്പം നമുക്ക് ഇപ്പോൾ ഉള്ളി ചതച്ച് ചമ്മന്തി അരച്ചിട്ട് കൂട്ടിയാലും ടേസ്റ്റ് ആയിരിക്കും അല്ലേ. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനത്തെ അരി കഴിച്ചിട്ട്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരൊക്കെ വലിയ അരി തന്നെയല്ലേ കഴിക്കുക. ഇവിടെ ബേബിയേട്ടൻ്റെ അമ്മ വന്നിട്ട്, ബേബിയേട്ടൻ പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് കേട്ടോ, അവളുടെ അമ്മ തമിഴ്നാട്ടിലാണ്. പിന്നെ അച്ഛനും ഒക്കെ ആ ഒരു ഭാഗത്ത് തന്നെ വണ്ടിപ്പണിയിൽ പോയിട്ട് അവർക്ക് പൊന്നിയരി ഉണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ. അതായത് ചെറിയ അരിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ആ അരിയിൽ ചോറുണ്ണാൻ കേട്ടോ. അപ്പോൾ അതന്നെ അവർ വാങ്ങുക. പിന്നെ ഞാനിവിടെ കുട്ടികൾ ചെറുതല്ലേ, പെട്ടെന്ന് ചോറാവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അരി കുക്കറിൽ വെച്ചാൽ നേരെ വെന്ത് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പൊന്നിയരി തന്നെയായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ വാങ്ങുന്നുണ്ടായിരുന്നത്. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വാങ്ങി വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല, കുക്കറിൽ വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിലോട്ട് മാറി. അതുപോലെ വെള്ളച്ചോറാക്കുകയാണെങ്കിലും കേട് വരില്ല, വെള്ളം പൊട്ടൊന്നുമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുടിക്കാനുള്ള വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫിൽറ്ററിൽ തന്നെ വെക്കണത്. വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാറുണ്ടായിരുന്നില്ല ആദ്യം, പക്ഷെ ഇപ്പോൾ മഴയല്ലേ, അപ്പോൾ ഒത്തിരി തിളപ്പിച്ച് കുടിക്കുന്നതായിരിക്കും നല്ലത് വിചാരിച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ ബേബിയേട്ടനും വീട്ടിലില്ല കേട്ടോ. പിന്നെ കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പണിയെടുക്കാൻ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. മെല്ലെ ആയാൽ മതി. ആരും വിശക്കണോ പറഞ്ഞ് ഓടി വന്ന് ചീത്ത പറയില്ലല്ലോ. ബേബിയേട്ടനുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യണ്ടായിരുന്നു ചോദിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ പുളി എടുക്കാൻ നിന്നപ്പോഴാണ് അത് ഞാൻ കവറിൽ പൊട്ടിച്ചിട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ചില സമയത്ത് ഇതിനൊരു സ്വഭാവമുണ്ട്, കവറിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ആ കവറോടുകൂടെ ഏതെങ്കിലും ഡപ്പയിലിട്ട് വെക്കും. അപ്പോൾ പുളി ശരിന്ന് ഇട്ട് വെക്കാൻ പറഞ്ഞാൽ കുറച്ച് ഡപ്പയൊക്കെ തിരഞ്ഞ് നോക്കി കിട്ടിയിട്ടോ ഒന്ന്. അപ്പോൾ അതിൽ കൊള്ളിച്ചു. പിന്നെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതും വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. സാമ്പാർ വെക്കാൻ വിചാരിച്ചിട്ടാണ്. ഇവിടെ പുളി ഇട്ടിട്ടാണ് കേട്ടോ, പുളി ഒഴിച്ചിട്ടാണ് വെക്കുക. എന്നാലും ഒരു തക്കാളി ചെറുത് ഇടും കേട്ടോ, ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പുളിയൊക്കെ അത് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഫിൽറ്ററിലെ വെള്ളം കഴിഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾ ചോറ് വെക്കാനും അതുപോലെ തിളപ്പിക്കാനൊക്കെ എടുത്തല്ലോ, അതിൻ്റെ ഇടയിൽ മതിലിൻ്റെ മുകളിൽ ഒരാൾ വന്നിരിക്കുന്നു. പിള്ളേരെടുത്ത് വെച്ചാണ് കേട്ടോ വീഡിയോ. ചുമ്മാ ഇരിക്കട്ടെ പറഞ്ഞിട്ടതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത അറപ്പ് തോന്നുന്ന ജീവിയാണ് കേട്ടോ അത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഇഷ്ടമില്ല വെച്ചാൽ എന്നോട് ഞാൻ സോറി പറയുന്നു നിങ്ങൾക്ക് കാണിച്ചു തന്നതിൽ. അപ്പോൾ പിന്നെ അത് നമ്മൾ വേഗം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് എല്ലാം അരിഞ്ഞ് വേഗം സാമ്പാർ വയ്ക്കാൻ നോക്കുന്നുണ്ട്. ആദ്യം പരിപ്പ് വേവിച്ചു കേട്ടോ. എന്നിട്ട് അതിൽ മുളക് പൊടിയും പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു തക്കാളി ഞാൻ ഇടും പറഞ്ഞല്ലോ, അതും ഇട്ടിട്ട് അങ്ങോട്ട് കുക്കറിലൊരു വിസിൽ വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ തേങ്ങ അരച്ച് വയ്ക്കുക. ഞാൻ വറുത്തരച്ചിട്ടൊന്നും വെക്കണില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാനും കുട്ടികളല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെയൊക്കെ മതിയെന്ന് അല്ലേ. അപ്പോൾ ഞാനത് വേഗം അങ്ങനെ കുക്കറിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഗൈസ് ഓർമ്മ, പുളി നമ്മൾ ഒഴിച്ചില്ലല്ലോ. അപ്പോൾ പിന്നെ വേഗം പുളിയൊക്കെ എടുത്തിട്ട് വീണ്ടും കുക്കർ തുറന്നിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് ഒഴിച്ച് കഴിഞ്ഞ് അത് വെച്ചതിന് ശേഷം തേങ്ങ ചിരകാൻ വിചാരിച്ചു. അപ്പോഴാണ് ഉപ്പും പാത്രം കാലിയായത്. ഉപ്പ് ഇനി ഇട്ട് വെക്കേണ്ട, അത് കഴുകിയിട്ട് ഇട്ട് വെക്കാൻ വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ ഫുള്ളായി കാലിയാകുമ്പോഴല്ലേ നമുക്ക് കഴുകാൻ പറ്റുള്ളൂ. ഉപ്പിൻ്റെയും പുളിയിട്ട് വെക്കുന്ന ഒരു പഴയ ഡപ്പയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കഴുകിയിട്ട് ഉണങ്ങാൻ വെച്ചു. അത് പ്ലാസ്റ്റിക് അല്ല, പൊട്ടണ കുപ്പിയാണേ. അപ്പോൾ പിന്നെ അത് നന്നായി ഉണങ്ങിയില്ല വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പല് വരും കേട്ടോ. ഏത് കുപ്പിയാണെങ്കിലും വരും. അപ്പോൾ അത് ഉണങ്ങാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ തേങ്ങ ചിരകാനിരുന്നു കേട്ടോ. പിന്നെ വേഗം തേങ്ങയൊക്കെ ചിരകിയിട്ട് അരച്ച് കൂട്ടാനിൽ ഒഴിച്ചു കേട്ടോ. അതിൽ വേറെ ഒന്നും ഇടുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ വറുത്തിടുമ്പോഴാണ് മെയിനായിട്ട് എല്ലാം ഇടുക കേട്ടോ. മെയിനായിട്ട് ഇടുക പറഞ്ഞാൽ കടുകൊക്കെ ഇട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് വറുത്തിടും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ കലക്കി വയ്ക്കുമ്പോൾ ഇതിൽ തന്നെ ഞാൻ കായപ്പൊടി ഇട്ടു കേട്ടോ.
കായപ്പൊടി കുറച്ചധികം ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലേ. വറുത്തരയ്ക്കുമ്പോൾ നമ്മൾ പിന്നെ എണ്ണയിൽ തന്നെ ഇട്ട് വറുക്കുമല്ലോ. ഇതിൽ പിന്നെ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ വീണ്ടും പൊടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ പൊടി യൂസ് ചെയ്യും കേട്ടോ വറുത്തരയ്ക്കാതെ വെക്കുമ്പോൾ. പിന്നെ നമ്മുടെ സാമ്പാർ പൊടി അത് മസ്റ്റായിട്ട് ഇടണം, എന്നാലേ സാമ്പാറിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് എനിക്ക് വരുള്ളൂ തോന്നും കേട്ടോ. ഇങ്ങനെ നമ്മൾ വറുത്തരയ്ക്കാതെ സാമ്പാർ വെക്കുമ്പോൾ പിന്നെ ഇതും അങ്ങോട്ട് കൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനിയിപ്പോൾ അടുക്കളയിൽ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാൻ വിചാരിച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർ വൈകുന്നേരത്താണ് കുളിക്കുക, അതാണ് ഇപ്പോൾ മുടിയൊക്കെ കെട്ടിക്കൊടുക്കണത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഉച്ച വരെയുള്ള ഡ്യൂട്ടി ഇതാണ് കേട്ടോ. ഉച്ച ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുക്കണം, ഒരു വൈകുന്നേരത്താണ് കുളിക്കുക. അപ്പോൾ എന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ടി വി ഒക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവർ ഇടയ്ക്കൊക്കെ ഓരോന്ന് വാങ്ങും. എന്താ വെച്ച് കഴിഞ്ഞാൽ വാങ്ങണമല്ലോ, കുട്ടികളല്ലേ. പിന്നെ ഒരു സോഫ കണ്ടോ കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കളുടെ പണി ഇതാണ്, നീറ്റാക്കാൻ പറഞ്ഞാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉള്ള ടർക്കിയും പുതപ്പും വിരിപ്പും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും വൃത്തിയാക്കി അല്ലേ, അവരുടെ കഴിവ് ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട് സോഫ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ പണികൾ ഇവിടെ കഴിയുന്നൊന്നുമില്ല കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ വീഡിയോ അവിടെ വെച്ച് നിർത്താൻ വിചാരിച്ചായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും ഉച്ചവരെ കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് ഓംലേറ്റ് ഉണ്ടാക്കി കേട്ടോ. എന്നിട്ട് അവർ കഴിക്കാൻ കൊടുക്കുന്നതും കൂടെ എടുത്തു. പിന്നെ അതിന് മുന്നേ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ അതായിട്ടൊന്ന് കോർക്കേണ്ട അല്ലേ, സമയം വൈകിയാലും കുഴപ്പമില്ല പറഞ്ഞ് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. പൊന്നൂസ് ഒറ്റയ്ക്ക് കഴിക്കും, മാളൂട്ടിക്കും കുഞ്ഞൂസിനും ഞാൻ വാരി കൊടുക്കുന്നത്. എന്താ വെച്ചാൽ പച്ചക്കറി ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവളുടെ പല്ലിൽ ഇങ്ങനെ എന്തോ ഒരു മഞ്ഞ കളർ പോലെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പച്ചക്കറി ഒന്നും കഴിക്കാത്തത് കൊണ്ടാണ്, അവിടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തിയിട്ട് അതൊക്കെ കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ക്യാരറ്റൊന്നും അവർക്ക് തീരെ കഴിക്കില്ല. അപ്പോൾ നമ്മൾ വാരി കൊടുക്കുന്ന സമയത്തിൽ അതൊക്കെ വയറ്റി പോവുള്ളൂ. അപ്പോൾ എന്തായാലും ലീവുള്ള സമയത്തൊക്കെ നമ്മളത് വാരി കൊടുക്കണം കുട്ടികൾക്ക് അല്ലേ, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുഞ്ഞൂസിനും അവൾക്കൊക്കെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞൂസ് പറയാം എൻ്റെ വയലൊന്നുമില്ല, ഞാൻ മാമുണ്ണും, ഞാൻ അത് കഴിക്കുന്നൊക്കെ പറയുകയാണ് കേട്ടോ. എൻ്റെ കുട്ടി മിടുക്കനാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ സോപ്പിട്ട് കഴിഞ്ഞാൽ ഒന്ന് പൊക്കി വിട്ടാൽ മതി, അവൻ ശക്തിമാനാണ്, സ്പൈഡർമാനാണ്, ഹൽക്കാണെന്നൊക്കെ പറഞ്ഞ് അവൻ കഴിച്ചോളും. അപ്പോൾ ഞങ്ങളുടെ ഉച്ചത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.